സാർ, പുഷ്പയുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എടോ, ഇവളുടെ പേര് പുഷ്പയെന്നാണെന്ന് ആരാ തന്നോട് പറഞ്ഞത്? ഇത് നിർമ്മലയാണ്, നിർമ്മല. സാർ, അവര് പുഷ്പ എന്നാണ് ആപ്ലിക്കേഷനിൽ എഴുതി തന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു ആ പേര് തന്നെയാ. മണ്ണാങ്കട്ട. എടോ, എനിക്ക് ഇവരെ നേരത്തെ അറിയാം. ഇവരുടെ പേര് നിർമ്മലയെന്നാ. താൻ ആധാറും ID പ്രൂഫും ഒന്നും വാങ്ങി നോക്കാതെയാണോ ജോലിക്കെടുത്തത്? സാർ, പുഷ്പയെ ജോലിക്കെടുത്തത് ഞാനല്ല, വേണുഗോപാൽ സാറാണ്. പണി പറ്റിച്ചു കളഞ്ഞല്ലോ. പേര് മാറ്റി പറഞ്ഞ് അവൾ ഈ ഓഫീസിൽ കയറിപ്പറ്റി. അവളാ എന്റെ സർവ്വ പ്ലാനുകളും പൊളിച്ചു കളഞ്ഞു. മണ്ടത്തരമായി പോയി കാണിച്ചത്. എന്താ സാർ, എന്താ പ്രശ്നം? എടോ, ഇത്രയും പറഞ്ഞിട്ടും തനിക്കൊന്നും മനസ്സിലായില്ലേ? ഇവൾ ഒറ്റ ഒരുത്തിയാ ഇവിടെ തീപിടുത്തം ഉണ്ടാക്കിയത്. ഇപ്പൊ ഈ നിർമ്മല എവിടെയുണ്ട്? ഓഫീസിൽ വന്നിട്ടുണ്ടോ? വിളിക്കവളെ. ഇല്ല സാർ, ഈ പുഷ്പ അല്ല, സോറി, ഈ നിർമ്മല കുറച്ചു ദിവസമായിട്ട് ലീവിലാണ്. എനിക്ക് തോന്നുന്നത് ഈ തീപിടുത്തം ഉണ്ടായാലും പിന്നെ വന്നിട്ടേ ഇല്ലെന്നാണ്. ഓഹോ, ഉദ്ദിഷ്ടകാര്യം കഴിഞ്ഞതോടെ അവളുടെ ജോലി നിർത്തിയല്ലേ? ഒരു കാര്യം ചെയ്യ്, താൻ അവളെ ഒന്ന് വിളിക്കേ. എന്തിനാണ് സാർ? എടോ, പറയാം. താൻ അവളെ ഒന്ന് വിളിച്ചിട്ട് എങ്ങനെ ഇവിടെ എത്തിക്കണം, ഇന്ന് തന്നെ. ഗൗതം എങ്ങാനും ഇനി ഇത് കണ്ടോണ്ട് വന്ന എന്റെ അമ്മയെ അടുക്കളക്കാരിയാക്കാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും പറഞ്ഞ് എന്നെ മിക്കവാറും നിർത്തിപ്പൊരിക്കും. ഓ പിന്നെ, കുറച്ച് പച്ചക്കറി അരിയുന്നതല്ലേ വലിയ ജോലി. ചുമ്മാ അവിടെ എവിടെ ഇങ്ങനെ താങ്ങി തൂങ്ങിയിരുന്ന അസുഖം കൂടുകയുള്ളൂ. എന്താ ആന്റി, ആരാ വിളിക്കുന്നത്? ആ CKCയുടെ ഓഫീസിൽ നിന്ന് മാനേജറെ വിളിക്കുന്നത്. എന്തായാലും എടുക്ക്, എന്നിട്ട് സ്പീക്കർ ഫോണിലിട്. ഹലോ. ഹലോ പുഷ്പ. പറയൂ സാർ. പുഷ്പയുടെ അസുഖം ഇതുവരെ മാറിയില്ലേ? ലീവിൽ പോയിട്ട് കുറച്ചു ദിവസമായല്ലോ. അസുഖം മാറി വരുന്നേ ഉള്ളൂ സാർ, അതുകൊണ്ടാ വരാത്തത്. ആണോ? ഇവിടെ ഓഫീസിൽ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിച്ചത്. എന്താ സാർ കാര്യം? ഇന്നിവിടെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. കിച്ചൺ സ്റ്റാഫുകളാണെങ്കിൽ ഒരാൾ പോലും വന്നിട്ടില്ല. ഇവിടുത്തെ സ്വീപ്പർമാരെയൊക്കെ വെച്ചാണ് തൽക്കാലത്തേക്ക് കിച്ചൺ ഹാൻഡിൽ ചെയ്തത്. പക്ഷേ അത് ശരിയായില്ല. ഇന്നൊരു ദിവസത്തേക്ക് പുഷ്പിക്കുന്നു വരാൻ പറ്റുമോ? എന്താ പുഷ്പ ഒന്നും പറയാത്തത്? ഇന്ന് ഒരു ദിവസത്തേക്ക് മതി. കോൺഫറൻസ് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോവാം. വരാമെന്ന് പറ. എന്തിനാ വരാമെന്ന് പറ. പുഷ്പ അത്യാവശ്യമായോണ്ടോ ചോദിച്ചത്. ഇന്ന് തന്നെ ഒന്ന് വരാൻ പറ്റുമോ ഇങ്ങോട്ട്? ശരി സാർ, ഞാൻ വരാം. ആ, എങ്കിൽ ഒട്ടും വൈകിക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളൂ. ഓക്കെ? ഓക്കെ സാർ. നീ ഇങ്ങ് വാടി, നിനക്കുള്ളത് ഞാൻ ഇവിടെ വെച്ച് തരാം. ഇതിപ്പോ ഞാൻ എന്തിനാ നിധി ഇനി ഓഫീസിലേക്ക് പോകുന്നത്? നമ്മുടെ ആവശ്യം കഴിഞ്ഞില്ലേ? പോണോ ആന്റി? ആന്റി ഇത്തവണ കൂടി പോയേ പറ്റൂ, ഈ ഒരൊറ്റ തവണ കൂടി. സതീഷേ, ഒരു അരമണിക്കൂറിനുള്ളിൽ ഇൻകം ടാക്സ് ഓഫീസിൽ എത്തണം. ഏതെങ്കിലും കുറുക്കു വഴി കണ്ടേ കയറി പൊയ്ക്കോ. ശരി മാഡം. ശരി. എന്തുപറ്റി സതീഷേ? ഞാനൊന്ന് നോക്കട്ടെ മാഡം. എന്താ ഇത് പ്രശ്നമാണോ മാഡം? ഓയിൽ ട്യൂബ് പൊട്ടിക്കിടക്കുകയാണ്. മെക്കാനിക്ക് വന്നാലേ നടക്കൂ മാഡം. അത്യാവശ്യമായിട്ടൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയാൽ അത് മുടങ്ങുന്നുള്ള കാര്യം ഉറപ്പാ.
ശ്ശേ, കാർ ഒന്ന് ചേഞ്ച് ചെയ്ത് വാങ്ങാൻ എത്ര പറഞ്ഞാലും CKC കേൾക്കില്ല. തന്റെ ഭാഗ്യ വണ്ടിയാണെന്ന് പറഞ്ഞ് ഇട്ടേക്കോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? CKC ഓഫീസിൽ നിന്ന് ഇറങ്ങി കാണുമോ എന്തോ. ആ നിർമ്മല ഇങ്ങ് വരട്ടെ. ഇന്ന് അവൾ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോയില്ല. ആ ജ്യോതി, നീ ഇൻകം ടാക്സ് ഓഫീസിൽ എത്തിയോ? CKC ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ഞാൻ ഇറങ്ങാൻ കുറച്ച് വൈകും. ഇവിടെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ടാ. ജ്യോതി ആ ഓഫീസിൽ കണ്ടിട്ടേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കേ. അപ്പോഴേക്കും ഞാൻ അങ്ങ് എത്തിക്കോളാം. ഞാനൊരു ഇൻകം ടാക്സ് ഓഫീസിൽ എത്തിയിട്ടില്ല. പോകുന്ന വഴിക്ക് അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയതാ. തിരികെ ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോ കാർ സ്റ്റാർട്ടാവുന്നില്ല. എന്തോ വലിയ കുഴപ്പമുണ്ടെന്നാ സതീശൻ പറയണേ. ഹോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും മെക്കാനിക്ക് വന്നാലേ എന്തെങ്കിലും നടക്കൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി എടുത്ത് നേരെ ഓഫീസിലേക്ക് വരാം. CKC എന്തായാലും ഇറങ്ങിയില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് അവിടുന്ന് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് പോവാം. ആ, എങ്കിൽ വേഗം നീ ഇങ്ങോട്ട് വാ. ഹലോ, അതെ ജ്യോതി. എന്താ? അല്ല, നീ ഇപ്പൊ എവിടെ നിൽക്കുന്നു പറഞ്ഞേ? നമ്മുടെ വീടിനടുത്തുള്ള മുരുകൻ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുക. ഞാൻ ഇപ്പൊ അങ്ങ് എത്തിക്കോളാം. അത് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ നീ ടാക്സി ഒക്കെ എടുത്ത് ഓഫീസിലേക്ക് വരാൻ നിൽക്കണ്ട. ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വെക്കും. ഇൻകം ടാക്സ് ഓഫീസിൽ ഞാൻ പോയിക്കോളാം. ഇൻകം ടാക്സ് ഓഫീസിലേക്ക് CKC തനിച്ചു പോയി എങ്ങനെയാ ശരിയാവുന്നേ? ആ ഫയൽ ചെക്ക് ചെയ്യണമെങ്കിൽ OTP അയക്കില്ലേ? അത് എന്റെ ഫോണിലായിരിക്കുമല്ലോ വരുന്നത്. മെനക്കെട്ട പണിയാ അത്. നമുക്ക് ഒരുമിച്ച് പോന്നേ. എന്തിന്? വേണ്ടെന്നേ, നീ തിരിച്ചു വെക്കോ, അതാ നല്ലത്. എന്തായാലും ഇൻകം ടാക്സ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. ഇനിയിപ്പോ അത് മുടക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ജ്യോതി, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നാളെ പോവാം. അതാ നല്ലത്. നാളത്തേക്ക് മാറ്റി വെക്കാം. എന്തിനാ നാളത്തേക്ക് മാറ്റുന്നേ? ഇന്നെന്താ കുഴപ്പം? അത് പിന്നെ എന്നെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട്, അതുകൊണ്ടാ. അതിനെന്താ, ആള് വന്നോട്ടെ. അതോ ഇനി ഞാൻ ആ ആളിനെ കാണാൻ പാടില്ല എന്നെങ്ങാനും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കണ്ടാലെന്താ കുഴപ്പം? ആ, എനിക്ക് പിന്നെ ഫോൺ വെക്ക്, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം. ജ്യോതി, വെക്കല്ലേ. ഹലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ നിർമ്മല ഇപ്പൊ ഇങ്ങോട്ട് വരികയും ചെയ്യുമല്ലോ. ജ്യോതിയും കൂടി വന്നാൽ ആകെ പ്രശ്നമാവും. പുഷ്പേച്ചി വന്ന ഉടനെ CKC സാറിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ചേച്ചിക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖമൊക്കെ മാറി, ഇപ്പൊ കുഴപ്പമില്ല. എങ്കിൽ ചെല്ല്, സാറ് ക്യാബിനിലുണ്ട്.